വെൽക്കം ടു ഗ്രാമദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനും പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ അതിന് ഞാനൊരു സവാള, വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഒരു 7-8 ഉണക്കമുളക്, ഒരു ചെറുത് കുറച്ച് ഒരു 1/2 സ്പൂണോളം വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് 3 ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള നല്ലവണ്ണം കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു 7-8 ഉണക്കമുളകും മതി. ഇത് ദോശയ്ക്കൊക്കെ അടിപൊളിയായിരിക്കും. ഫ്രൈ പാനിൽ ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ഇട്ടിട്ട് നല്ലവണ്ണം നമ്മൾ വഴറ്റി, അതോടെ അധികം ഇതിൽ നമ്മൾ നല്ലവണ്ണം കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു മീഡിയം ലെവലിലായാൽ മതി നമുക്ക്. അപ്പോൾ നമ്മൾ ഇതാക്കാം, നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് മുഴുവൻ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് ഉണക്കമുളക് 7-8 ഉണക്കമുളകും ഒരു ചെറിയ കഷ്ണം വാളംപുളി കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. അപ്പോൾ ആ ഉണക്കമുളക് കൂടി വഴന്നതിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചമ്മന്തിയാണ്. നിങ്ങൾക്ക് ദോശയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദോശ കഴിക്കുന്ന ആൾ 4 ദോശ കഴിച്ചു പോകും. അപ്പോൾ അതേ നമ്മൾ വഴന്ന ശേഷം നല്ലോണം തണുത്ത ശേഷമാണ് നമ്മളത് മിക്സിയിൽ അടിക്കേണ്ടത്. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്കിതിൽ ചൂടുവെള്ളം തണുത്തത് നമ്മൾ ചേർക്കുക. ഏതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മളത് ചേർക്കുക. നമ്മളത് വീണ്ടും നമ്മളിത് ചൂടാക്കുന്നില്ല ഈ ഒരു ചമ്മന്തി. അപ്പോൾ അത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇത്രയും കട്ടിയിലല്ല നമ്മൾ യൂസ് ചെയ്യാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. കാരണം നമ്മൾ കട്ടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ ഉണക്കമുളകും ഒന്നും അരഞ്ഞു കിട്ടില്ല. ആ ഉണക്കമുളകിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ കട്ടിക്ക് തന്നെ കുറച്ച് വെള്ളത്തിൽ 3-4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ വേണം അത് അടിച്ചെടുക്കാൻ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അതേ കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പം ചേർക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും ചമ്മന്തിയുടെ കളർ ഉണ്ടാവുക. ടേസ്റ്റും അത് തന്നെയാണ്. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതേപോലെ തന്നെ അപ്പത്തിനൊക്കെ നന്നായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം രാവിലെ എണീച്ച് നമുക്ക് ടിഫിനൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സവാള ഉണ്ടെങ്കിൽ നമുക്കൊരു ചമ്മന്തി നമ്മുടെ കയ്യിൽ റെഡിയായി. തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്